ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ആൽക്കഹോൾസ് നോക്കാം. അതിന് മുമ്പ് ജനറലായിട്ട് എങ്ങനെയാണ് കൺവേർഷൻസ് വരുന്നത് നോക്കണം. ഹൈഡ്രോ കാർബണെ ആൽക്കഹോൾ ആക്കാം. ആൽക്കഹോളിനെ ഓക്സിഡേഷൻ വഴി ആൽഡിഹൈഡോ കീറ്റോണോ ആക്കാം. കീറ്റോണെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആക്കാം. കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോണോ ആൽഡിഹൈഡോ ആക്കാം. ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ ആക്കാം. ഇനി ആൽക്കഹോളിനെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആക്കി ഡയറക്റ്റ് മാറ്റാം. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ എക്സാമ്പിൾ ആണ് KMnO4. ഇനി ആൽക്കഹോൾ കാർബോക്സിലിക് ആസിഡിനെ ആൽക്കഹോൾ ആക്കാൻ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്താൽ മതി. സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് അതിന് എക്സാമ്പിൾ ആണ് LiAlH4. ഓക്കെ, ഇത് ബേസിക്കലി ആയിട്ടുള്ളതാണ്. ഇത് ജനറൽ ആയിട്ട് പഠിച്ചു വയ്ക്കണം. ഇനി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് ആദ്യം നമ്മൾ പഠിക്കുക. ഗ്രിഗർനാർഡ് റിയേജന്റ് ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം ഗ്രിഗർനാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ RMgX ആണ്. RMgX ആണ്. അത് ആദ്യം ആൽഡിഹൈഡിൽ നിന്ന് എങ്ങനെ ഗ്രിഗർനാർഡ് റിയേജന്റ് വഴി ആൽക്കഹോൾ ഉണ്ടാക്കാൻ നോക്കാം. ആൽഡിഹൈഡിനെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് RCHO ആണ്. അപ്പോൾ അതിലേക്ക് RMgX ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം പ്രൈമറി ആൽക്കഹോൾ ആണ്. ROH എന്നാണ് ആൽക്കഹോളിനെ റെപ്രസെന്റ് ചെയ്യുക. R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CH3, CH2 അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ROH പ്രൈമറി ആയിരിക്കും ഈ ആൽഡിഹൈഡിലേക്ക് എടുക്കുന്നത്. ഓക്കെ, ഇനി കീറ്റോണിലേക്ക് RMgX ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ROH തന്നെയാണ്, പക്ഷേ അത് ടെർഷ്യറി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ആൽക്കഹോൾ ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വേറൊരു റിയാക്ഷൻ ആണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനിൽ നമ്മൾ ഡൈബോറോൺ ആണ് ആഡ് ചെയ്യുക. ഡൈബോറോൺ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. അങ്ങനെ CH3, CH2 OH എന്ന് വരും. ആൽക്കഹോൾ ആണല്ലോ ഉണ്ടാവേണ്ടത്, അപ്പോൾ OH വരും. ഓക്കെ, ഇനി വരുന്നത് എത്തനാളിനെ എത്തനോളാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയാണ് ജനറലിക്കേഷൻ പഠിക്കാൻ പറഞ്ഞത്. ഇതിലെ എത്തനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൽഡിഹൈഡാണ്. ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്താൽ ആൽക്കഹോൾ ആവും. നമുക്ക് വേണമെങ്കിൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാം. LiAlH4 അത് ഉപയോഗിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? LiAlH4 ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് CH3OH എന്ന് കിട്ടും. എത്തനാളിനെ എത്തനോളാക്കി. ഓക്കെ, ഇനി എത്തനോളിന്റെ പ്രിപ്പറേഷൻ. എത്തനോളിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് C12H22O11 എന്നാണ്. ഇതിനെ H2O ചേർക്കുമ്പോൾ, വെള്ളം ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആവും. അതായത് C6H12O6 ആവും ഗ്ലൂക്കോസും. പിന്നെ ഫ്രക്ടോസ് എന്ന് പറയുമ്പോൾ C6H12O6. ഇതിലോട്ട് നമ്മൾ സൈമേസ് എന്ന് പറഞ്ഞ എൻസൈം ആഡ് ചെയ്യും. സൈമേസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സൈമേസ് എന്ന് പറഞ്ഞ എൻസൈം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2C6H5OH കിട്ടും പ്ലസ് 2CO2 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് എത്തനോൾ ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി മെത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് സ്പിരിറ്റ് ആണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ്സ് ആണ് വുഡ് സ്പിരിറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി പോയ്സണസ് ആണ്. ഇനി ഈ ഉണ്ടാക്കിയ എത്തനോളിനും മെത്തനോളിനും ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. മാനുഫാക്ചറിംഗ് ഓഫ് പെയിന്റ്. അപ്പോൾ ഈ ആൽക്കഹോളിനെ ദുരുപയോഗം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ആൽക്കഹോളിലേക്ക് കളറും ഫൗൾ സ്മെല്ലും ആഡ് ചെയ്യും. കളർ കിട്ടാൻ വേണ്ടി CuSO4 ആണ് ആഡ് ചെയ്യുക. ഫൗൾ സ്മെല്ല് കിട്ടാൻ വേണ്ടി പിരിഡിൻ ആണ് ആഡ് ചെയ്യുക. ഓക്കെ, ഇത് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മേക്ക് ആൽക്കഹോൾ അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്, അല്ലെങ്കിൽ ഇതെടുത്ത് കുടിച്ച് ആൽക്കഹോളിന്റെ ദുരുപയോഗത്തിന് വരെ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അസിഡിറ്റി. ആൽക്കഹോളിന്റെ അസിഡിറ്റി എന്ന് പറയുമ്പോൾ പ്രൈമറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആൽക്കഹോൾ എന്നാണ് വരുന്നത്. ഇതിൽ പ്രൈമറിക്ക് ആയിരിക്കും കൂടുതൽ അസിഡിറ്റി കാണാം. പിന്നെ ടെർഷ്യറി ആയിരിക്കും മോർ സ്റ്റേബിൾ. ഇനി ആൽക്കഹോൾസ് ആർ സോളിബിൾ ഇൻ വാട്ടർ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവുള്ളൂ. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ഇനി ലൂക്കാസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളുകളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്, ഐഡന്റിഫിക്കേഷൻ വേണ്ടിയാണ്. ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആൻഹൈഡ്രസ് ZnCl2 പ്ലസ് കോൺസെൻട്രേറ്റഡ് HCl ആണ്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ടെർഷ്യറി ആൽക്കഹോൾ ROHലോട്ട് ഈ പറഞ്ഞ ZnCl2ഉം HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ Cl ഉണ്ടല്ലോ, അത് ഈ OHനെ റീപ്ലേസ് ചെയ്യും. RCl. ഇത് നമുക്ക് ടെർബിഡിറ്റി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ടെർഷ്യറി ആൽക്കഹോളിൽ ടെർബിഡിറ്റി പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഈ ZnCl2ഉം HCl ആഡ് ചെയ്യുമ്പോൾ തന്നെ ടെർബിഡിറ്റി ഫോം ചെയ്യാൻ തുടങ്ങും. പക്ഷേ സെക്കൻഡറിക്ക് വരുമ്പോൾ ടെർബിഡിറ്റി കുറച്ച് ഡിലേ വരും. അത് 5 മിനിറ്റ് ഒക്കെ എടുക്കും ടെർബിഡിറ്റി വരാൻ. പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ടെർബിഡിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഫീനോൾസ്. ആൽക്കഹോൾസ് അത്രേ ഉള്ളൂ. ഫീനോൾസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്യുമീൻ പ്രോസസ്സ്. അതിൽ ക്യുമീനാണ് വയ്ക്കേണ്ടത്. ക്യുമീൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. ArCH3CH32. ഇങ്ങനെയാണ് ക്യുമീൻ്റെ വരയ്ക്കുക. ബെൻസീൻ നിന്നാണ് AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ബെൻസീനിൻ്റെ മുകളിൽ CH3 ട്വൈസ് എന്ന് വേണമെങ്കിൽ വരയ്ക്കാം. ഇനി അതിനെ എയർ ഓക്സിഡൈസ് ചെയ്യാം. ഓക്കെ, എയർ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH ഉണ്ടല്ലോ, ഈ എച്ചും ഈ 2 Oയും കൂടെ OOH എന്നാവും. അപ്പോൾ ആ H മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് അതേപടി എഴുതാം. CH3 ട്വൈസ് പിന്നെ എച്ചും OO എന്ന് വരും. അപ്പോൾ OOH എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ H2O വെള്ളവും H പ്ലസും ആഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ArOH ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ARഉം പോയി OHഉം പോയി. ഇനി ബാക്കിയുള്ളത് വെച്ച് CH32. ഇതിൽ നിന്ന് ഒരു O ബാക്കി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇവിടെ എഴുതാം. COCH32 വരും. പിന്നെ അപ്പോൾ എന്ത് പോയി? ഇത് പോയി. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റുകൾ വരാം. ഓക്കെ, ഇനി ഡൗസ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ക്ലോറിൻ എടുക്കാം. ഓക്കെ, ഈ ക്ലോറിനിലോട്ട് NaOH ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ
ക്ലോറിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ക്ലോറിൻ എണ്ണയുടെ ഒപ്പം പോകും, NaCl ആവും. പിന്നെ ഇതിൻ്റെ മുകളിൽ OH വരും. നമ്മൾ ഫീനോളാണല്ലോ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസിനിൻ്റെ മുകളിൽ OH വരുന്നത്, ബെൻസിനിൻ്റെ മുകളിൽ OH വരുന്നത്. ഇനി ഡയാസോണിയം സാൾട്ടിനെ നമുക്ക് ഫീനോൾ ആക്കാം. ഡയാസോണിയം സാൾട്ട് എന്ന് പറയുന്നത് N2Cl ആണ്. N2Cl നമുക്ക് H2O വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫീനോൾ ആവും. ഓക്കെ, ഫീനോൾ. ഓക്കെ, ഇതാണ് പ്രിപ്പറേഷനിൽ പഠിക്കാനുള്ളത്. ഇനി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ആണ് വരുന്നത്. പറയാൻ പോകുന്നത് നെയിമിംഗ് റിയാക്ഷൻ ആണ്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ക്ലോപ്സ് റിയാക്ഷൻ ആണ്. ക്ലോപ്സ് റിയാക്ഷനിൽ ArOHും NaOHും ട്രീറ്റ് ചെയ്യാം. ArOH എന്ന് പറഞ്ഞാൽ ഫീനോളാണ്. ഫീനോളും NaOHും കൂടെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ Hും ഈ Hും Oയും കൂടെ H2O ആയിട്ട് പുറത്തു പോകും. അതിൻ്റെ കൂടെ Arഉം ONaയും ബാക്കി വരും. ArONa ഇതൊരു ഇന്റർമീഡിയറ്റ് ആണ്. ഇതിനെ CO2ഉം Hും വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, H+ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബെൻസീൻ റിങ്ങും OHും പിന്നെ ഇവിടെ ഈ CO2ന്റെ COO വരും. പിന്നെ Hും കൂടെ ഇവിടെ ചേർക്കാം, COOH വരും. ഇവിടെ നിന്ന് ഇങ്ങനെ Na എന്ന് പറഞ്ഞത് ലിബറേറ്റ് ആയി പോകും. ഓക്കെ, പിന്നെ റൈമർ ടൈം ആൻഡ് റിയാക്ഷൻ. റൈമർ ടൈം ആൻഡ് റിയാക്ഷനിൽ നമ്മൾ ഫീനോൾ എടുക്കുന്നു, ArOH, അതിലോട്ട് CHCl3 ആഡ് ചെയ്യുന്നു, ക്ലോറോഫോം. നമുക്ക് ക്ലോറോഫോം വരുന്ന രണ്ട് റിയാക്ഷൻ ആണുള്ളത്. CHCl3 വരുന്ന രണ്ട് റിയാക്ഷൻ, ഒന്ന് റൈമർ ടൈമാനും പിന്നെ നമ്മൾ അമൈൻസിൽ പഠിച്ചത് ഐസോസൈനൈഡ് ടെസ്റ്റ്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഐസോസൈനൈഡ് ടെസ്റ്റിൽ നമ്മൾ CHCl3യും KOHും ആണ് ആഡ് ചെയ്യുക. ഇവിടെ റൈമർ ടൈം ആൻഡ് റിയാക്ഷനിൽ ArOH ഫീനോളിലോട്ട് CHCl3യും NaOHും ആണ് ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് അവിടെയുള്ള വ്യത്യാസം. ഇനി ArOHും CHCl3യും NaOHും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബെൻസീൻ റിങ്ങുമേ ഇവിടെ OHും ഇവിടെ CHOയും വരും, CHO. ഇതിനെയാണ് സാലിസിലിക് ആൽഡിഹൈഡ് എന്ന് പറയാം, സാലിസിൽ ആൽഡിഹൈഡ്. ഓക്കെ, ഇനി നൈട്രേഷൻ അല്ല, അതിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൻ്റെ എക്സാമ്പിളുകളാണ് നൈട്രേഷനും ബ്രോമിനേഷൻ. നൈട്രേഷനിൽ നമ്മൾ ഫീനോളിലോട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HNO3 ആഡ് ചെയ്യും. നമുക്ക് ഡൈല്യൂട്ടും കോൺസെൻട്രേറ്റഡ് ഉണ്ട്. ഡൈല്യൂട്ട് HNO3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷൻ, ഓർത്തോ എന്ന് പറയുമ്പോൾ അടുത്തുള്ള പൊസിഷൻ, തൊട്ടടുത്തുള്ളവനെ എപ്പോഴും ഓർത്തോ എന്ന് പറയും. അതുപോലെ അവിടെ NO2 വരും. പിന്നെ വേറെ എണ്ണത്തിൽ പാരാ പൊസിഷനിൽ NO2 വരും. ഈ പാര എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് എപ്പോഴും പാര വയ്ക്കും. അതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കണവൻ പിന്നെ അടുത്ത് നിൽക്കണവൻ ഓർത്തോ, ഓപ്പോസിറ്റ് നിൽക്കണവൻ പാര, രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. കോൺസെൻട്രേറ്റഡ് HNO3 എന്ന് പറയുമ്പോൾ വേറെ ഒന്നും നോക്കില്ല, ഒറ്റ പ്രൊഡക്റ്റ് തന്നെ രണ്ടും വരും. അതായത് OH വരും, പിന്നെ ഇവിടെ NO2 വരും, ഇവിടെ NO2 വരും, ഇവിടെ NO2 വരും. ഓക്കെ, ഇത് ഞാൻ ബ്രോമിനേഷൻ്റെ കാര്യത്തിലും. ബ്രോമിനേഷനിൽ ഫീനോൾ എടുക്കുന്നു, അതിലേക്ക് PR2ഉം CS2ഉം ആഡ് ചെയ്യണം, CS2ഉം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബ്രോമിൻ രണ്ട് രീതി കിട്ടും. OH ബ്രോമിനെ ഓർത്തോളോ, പിന്നെ ബ്രോമിൻ പാര വയ്ക്കും, അതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള റിയാക്ഷൻ കിട്ടും. അതല്ലാതെ നമ്മൾ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, BrH2O ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബ്രോമിൻ നാല് സൈഡിൽ ചിലന്തി പോലെ വരും, Br. ഓക്കെ, ഇനി ഫീനോൾ വിത്ത് സിങ്ക് ടെസ്റ്റ്. ഫീനോൾ എന്ന് പറഞ്ഞാൽ ArOH ആണ്. അപ്പോൾ ArOHലേക്ക് സെഡൻ്റെ ടെസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും, ബെൻസീൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇനി ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ എത്തനോൾ. വൈ ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ എത്തനോൾ? ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ആസ്പിറിനെ കുറിച്ചാണ്. ആസ്പിറിൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ ക്ലോപ്സ് റിയാക്ഷൻ ഉണ്ടല്ലോ, ഈ ക്ലോപ്സ് റിയാക്ഷനിൽ അവസാനം നമുക്ക് കിട്ടുക ബെൻസീനിൻ്റെ മുകളിൽ OHും COOHും ആണ്. നമ്മൾ ഇതിലോട്ട് ഇത് താഴേക്ക് എഴുതാം, OH COH. ഇതിലോട്ട് ഒരു ആൻഹൈഡ്രൈഡ് ആഡ് ചെയ്യാം. ആൻഹൈഡ്രൈഡിൻ്റെ എക്സാമ്പിൾ ആണ് എന്ത്? CH3CO2O. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ റിംഗ് ഉണ്ടാവും. അതിലേക്ക് ഈ പറഞ്ഞ സംഭവം COയും CH3 ആഡ് ആവും, പിന്നെ Oയും OCH3CO അല്ല COCH3 നേരെ റിവേഴ്സ് ആണ്. ഓക്കെ, ഇതിലേക്ക് എന്ത് വരും? COOH വരും, കൂച്ച് വരും. ഇതിനാണ് എന്തെന്ന് പറയാം? ആസ്പിറിൻ എന്ന് പറയാം, അല്ലെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയും. ഈ ആസ്പിറിന്റെ ഉപയോഗം എന്തിനാണെന്ന് ചോദിക്കും. അത് പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കും, പെയിൻ കില്ലർ. പിന്നെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും, പിന്നെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഉപയോഗിക്കും, മെഡിക്കൽ പർപ്പസിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു ഡ്രഗ് ആണ്. ഓക്കെ, ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. ഇനി ഈതേഴ്സിൽ ആദ്യം വരുന്നത് റിയാക്ഷൻ വിത്ത് HX ആണ്. നമുക്ക് R എന്തിട്ടാണ് അറിയാം? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 ആവാം, CH2 ആവാം. അങ്ങനെ ഈ R ഇവിടെ എടുത്തേക്കുന്നത് പ്രൈമറിയാണ്. പ്രൈമറി ആയിട്ടുള്ള ROR എടുത്തിട്ട് അതിലേക്ക് HX ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RO. അങ്ങനെ തന്നെ ഈ H ഇവിടേക്ക് വരും. അത് കഴിഞ്ഞ് നമുക്ക് ഈ Rഉം Xും കൂടി ചേരും, RX പ്ലസ് H2O. ഇതിനെ വീണ്ടും ഈ ROHലേക്ക് വീണ്ടും HX ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് വീണ്ടും എന്ത് കിട്ടും? RX കിട്ടും, പിന്നെ H2O കിട്ടും. ഓക്കെ, അങ്ങനെയാണ് പ്രൊഡക്ഷൻ രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇതിൽ പ്രൈമറി ആണ് എടുത്തത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രം സെക്കൻഡറിയും ഈ ഒരു സൈഡിൽ പ്രൈമറി എടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് പറയാൻ പോകുന്നത്. അങ്ങനെ HX ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R'-OHും, അതായത് ഇവിടെ പ്രൈമറി OHന്റെ കൂടെ സെക്കൻഡറി വരും, അതിന്റെ കൂടെ RXും വരും. RX എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറിയും വരും, പ്ലസ് H2O. ഇനി R എന്ന് പറഞ്ഞാൽ ടെർഷ്യറി എടുത്തിട്ട് ഇവിടുത്തെ പ്രൈമറി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കും ROH വരും, ഇവിടെ പ്രൈമറി വരും, ഇവിടെ ടെർഷ്യറി വരും. ഇതൊരു ടിസ്റ്റാണ്. ടെർഷ്യറി എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ROH പ്രൈമറി വരും, ഇവിടെയാണ് ടെർഷ്യറി വരിക. X എന്ന് പറഞ്ഞാൽ നമുക്ക് ഐയാണ് ഇവിടെ ഉപയോഗിക്കുക, HI കൂടിയാണ് റിയാക്ഷൻ ആണ്. അപ്പോൾ ടെർഷ്യറി ഐയുടെ കൂടെ വരും, പക്ഷേ പ്രൈമറി OH വരും. ഇവിടെ പറഞ്ഞാൽ സെക്കൻഡറി എടുത്തപ്പോൾ സെക്കൻഡറി OHന്റെ കൂടെയും പ്രൈമറി ഐയുടെ കൂടെയാണ് വന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് H2O. ഇനി ബെൻസീൻ റിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബെൻസീൻ റിംഗ് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞോണം, ബെൻസീൻ റിംഗും OHും വരും, അതോടൊപ്പം പ്രൈമറി X വരും, RI എന്ന് പറഞ്ഞാൽ I ആയിരിക്കും, X എന്ന് പറഞ്ഞാൽ ഈ R എന്ന് പറഞ്ഞാൽ CH3 ആവാനാണ് സാധ്യത, പ്ലസ് H2O. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ കൺവേർഷൻസ്, പ്രൈമറി വന്നത്, സെക്കൻഡറി വന്നത്, ടെർഷ്യറി വന്നത്, ബെൻസീൻ റിംഗ് വന്നത്. ഇനി വില്യംസൺ സിന്തസിസ്, ഇത് അടുത്ത ഇതിന്റെ നെയിമിംഗ് റിയാക്ഷൻ ആണ്. ഈ പാഠത്തിലുള്ള വെച്ച് അവസാനത്തെ നെയിമിംഗ് റിയാക്ഷൻ ഇതാണ്. ഇതിലേക്ക് RX അതിലോട്ട്
ആർ ഡാഷ് ഒ എൻ എ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും ഒരുമിക്കും. ആർ ഒ ആർ ഡാഷ് പ്ലസ് എന്നും എക്സും ആഡ് ചെയ്യാം. എൻ എ എക്സ്. ഈ ആർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായി, അത് ഹാലോ ആൽക്കേൻ ആണ്. ഹാലോ ആൽക്കേൻ. ഈ ആർ ഒ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിച്ചിരുന്നു. ആർ ഒ ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡാഷ് ആയിക്കോട്ടെ, ട്രിപ്പിൾ ഡാഷ് ആയിക്കോട്ടെ, എ ആർ ഒ ആർ ആയാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈതേഴ്സ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈതർ ആണ്. ഓക്കെ, ഈതർ ഉണ്ടാക്കാം. ആലോ ആൽക്കേന്റെ കൂടെ ആർ ഡാഷ് ഒ എൻ എ ചേർത്ത് കഴിഞ്ഞാൽ ആർ ഒ ആർ ഡാഷ് ഈതർ ഉണ്ടാവും. പ്ലസ് എൻ എ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ മിക്കതും സി എൽ ഒ ബി ആർ ഇത് വേണം. ഓക്കെ, ഐ വേണേ വരാം. ഓക്കെ, ഇനി വില്യംസൺ സിന്തസിസിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ആർ എക്സ് എന്ന് പറയുന്നത് ഇതിലെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആർ എന്ന് പറഞ്ഞാൽ CH3 CH2 അങ്ങനെ എന്ത് വേണേലും. ആർ എന്ന് പറഞ്ഞാൽ പ്രൈമറിയും ഈ ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിംഗ് ആണെന്ന് കരുതാം. ഓക്കെ, ഈ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആണെന്ന് കരുതാം. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കും. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈമറിയും ഇവിടെ ഈ ആർ ഡാഷിന് പകരം ടെർഷ്യറിയും വന്നു കഴിഞ്ഞാലും ഈ റിയാക്ഷൻ നടക്കും. അതല്ല, ബെൻസീൻ റിംഗ് പുറത്തും പ്രൈമറി പുറത്തും വന്നു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അതിന് കാരണം SN2 റിയാക്ഷനിൽ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ARX പ്ലസ് പ്രൈമറി ഒ എൻ വന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കില്ല. അതുപോലെ തന്നെ പ്രൈമറിയും ടെർഷ്യറിയും വരണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൈമറിയും നടത്താം. പക്ഷേ അത് ഇതിന്റെ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. ഈ 3 നടത്താൻ പറ്റുള്ളൂ. ഇത് എങ്ങനെ ഓർഡർ മറിച്ചിട്ട് തിരിച്ചിട്ട് വന്നാലും നടത്താൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആദ്യം ചോദിച്ചത് ഇവിടെയാണ്. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെന്റ് 1 ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ആർ ഐ. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മോളിക്കുലാർ വെയിറ്റിന് പിന്നെ ബ്രാഞ്ചിങ്ങിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ചോദ്യം വായിക്കാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് ആർ ഐ. ആൽക്കഹോൾസ് ക്യാൻ ഫോം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവ നമ്മൾ നേരത്തെ നോട്ട് എഴുതി പഠിച്ചതാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. പിന്നെ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ഇവിടെ റിഗർനാർഡ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷൻ ഓഫ് കീറ്റോ, അത് അടുത്ത പാടില്ല. പിന്നെ അതെ ഇവിടെ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ ഫീനോൾ റിയാക്റ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് വെച്ച് റിയാക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? നേരെ ചലന്തി വരി ഉണ്ടാവും. OH കോൺസെൻട്രേറ്റഡ് ആണ്, പിന്നെ ഒന്നും നോക്കണ്ട. സ്പൈഡർമാൻ OH പിന്നെ NO2 മറ്റേ ഡൈല്യൂട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും? 2 പ്രൊഡക്റ്റ് വരും. ഒരെണ്ണം മറ്റേ ഓർത്തോലും ഒരെണ്ണം പാരയിലും. ഓക്കെ, അപ്പോൾ ഇത്ര ചോദ്യങ്ങളായി പാഠത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.